ചന്ദ്ര എന്താ വിളിച്ച ചന്ദ്ര? എടാ എടാ ഇതിപ്പം മെറ്റ മാറിയാട്ടാ. ഇതിപ്പോ നൈസായിട്ട് ഈകള് നമ്മടെ ഗോകുനെ വലിച്ച് ബാബുനെ വലിച്ച് മറ്റേ ഗെയിം കളിക്കാൻ ബാക്ക് റൂം കളിക്കാൻ വലിച്ച്. ഓ അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ലേ? നമ്മളെ വാക്കായിട്ട് നമ്മളെ ടുബോർഗ് ഇപ്പഴും വിശ്വാസത്തിലിരിക്കുകയാണ്. അവരുണ്ടെന്ന് ടീമില്. അളിയാ നീയും ഇല്ല ഞാനും ഇല്ല. അവന്മാര് നമ്മളെ വലിച്ച്. ചന്ദ്ര കളിച്ചു തുടങ്ങിയത് നമ്മളാണല്ലോ. ചന്ദ്ര നമ്മളെല്ലാരും ഒഴിവാക്കിയല്ലേ? ഒഴിവാക്കിയടാ ഞാനില്ല. ഇല്ല ഇറ്റാച്ചി ഞാനില്ല. എടാ ഇറ്റാച്ചി ഞാനില്ല. എടാ യവനെ മാത്രമേ വിളിച്ചുള്ളൂ. ഈകള് യവനെയും ബാബുവിനെയും മാത്രം വലിച്ച് 3 പേര്. ഇനി ഇറ്റാച്ചി പോയാ ബാലം കൊണ്ടുപോയിട്ടാ. ബാല തകർന്നിരിക്കട്ടോ താഴെ. ഇന്ന് പുഷിംഗ് ടൂർ കളിച്ചു തീർത്താലോ? അതെങ്ങനെ ഐഡിയ നമുക്ക് തീർത്താലോ? ചന്ദ്ര തുടങ്ങിയല്ലോ. സർപ്രൈസ് കാര്യം പറയട്ടെ. അത്രയും വെച്ച് തുടങ്ങാനേ ഒന്നേം തുടങ്ങിയാലേ മറ്റേ ഫ്ലോ കിട്ടുള്ളൂ കേട്ടോ. ഇനി അല്ലാതെ പകുതി വെച്ച് തുടങ്ങി കഴിഞ്ഞാല് കല്ലൊരു വഴിക്ക് പോകും, നമ്മള് വേറെ വഴിക്ക് പോകും. അതിലൊരു ബാഹുബലി ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മയുണ്ടോ? എവിടെ കണ്ടില്ല. അത് ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഓക്കെ ഓർമ്മയില്ല. എല്ലാത്തിനും കാരണം ഈ ഗോകുവാണ് കേട്ടാ. ടുബോർഗെ എല്ലാത്തിനും കാരണം ഈ ഗോകുവാണ്. എല്ലാത്തിനും കാരണം അപരാധി മോൻ. മാക്ബുക്കാ ഞാൻ ഇവിടെ ബാലിന്റെ വിഷം ബാലിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ നൈസാട്ടെ നമ്മുടെ ഗോകുനെയും നമ്മുടെ ടീമിനെ രണ്ടുപേരെ വലിച്ച് ഈകള്. ആരൊക്കെയാ വലിച്ചത്? ആരൊക്കെയാണ് പോയത്? ഗോകുനെ വലിച്ച്, മാത്രമല്ലോ ബാബുനെ വലിച്ച്. ഞാൻ കാര്യം പറട്ടെ, ഞാൻ വേറൊരു മെയിൻ കാര്യം പറട്ടെ ബാല. ഗോകുവിന്റെ അതിലാണ് നമ്മുടെ 4 ലെവല് സേവ് ആയി കിടക്കുന്നത്. അവ ഇല്ലെങ്കിൽ നമ്മളെ അതെങ്ങനെ ശരിയാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ. നൗ ഇറ്റ് മേക്ക് സെൻസ്. മനസ്സിലായില്ലേ? ഈഗിൾ ബ്രോ ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഗോകുനെ വിളിച്ച് നൗ ഇറ്റ് മേക്ക് സെൻസ്. ചന്ദ്ര അത് നമ്മള് 4 ലെവൽ വരെ എത്തിയതാണ്. നമ്മൾ ഇനി എങ്ങനെ എത്താൻ 4 ലെവല്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തുവാടാ മറ്റേ വേലൊരു റാങ്ക് പൂശോ? 4 കൊന്നിക്കളിയില്ലാട്ടാ പോയി കേറക്കോട്. അളിയ ഇതിലും വലിയ പ്രയത്നം കണ്ടിട്ടുണ്ട്. പ്രേതത്തിന്റെ 4ാമത്തെ ലെവൽ വരെ എത്തുമ്പോഴേക്കും മടുക്കും പെട്ടെന്ന്. പിന്നെ നിങ്ങൾ ഇനി കളിക്കണ്ട. 4ാമത്തെ ലെവലേ നമ്മൾ 3 മണിക്കൂർ എടുത്ത് 4 മണിക്കൂർ അങ്ങനെയല്ലത്. 4 ലെവൽ എടുക്കുമ്പോ മടുക്കും. എന്നിട്ട് ഒരു കാര്യം ചെയ്യും, വാറ്റണ്ണന്റെ സ്റ്റീം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വേറെ റാഞ്ചിയാണ്. അതെ അതായിരിക്കും നല്ലത്. കറണ്ടില്ലടാ ഇവിടെ മയില്. അത് കുഴപ്പമില്ലടേ. കൊച്ചിലല്ലേ ഇവിടെ? ഞാൻ ഇവിടെ ഉണ്ടോ? നിന്റെ ഇൻവെർട്ടർ ഉണ്ടല്ലോ, അതെന്തേ? അളിയാ ഇന്ന് PC-ല് രാവിലെ ഉച്ച തൊട്ടേ മൊത്തം സോഫ്റ്റ്വെയറും അതും ഇതും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് ചാർജ് തീർന്നു. വൈകുന്നേരം തൊട്ട് ഇവിടെ കറണ്ട് ഇല്ലടാ. ഭയങ്കര ഇവിടെ ഒടുക്കത്തെ മഴ ഇവിടെ. അതാണ് സേഫ് ആയിട്ടിരിക്കേ. ഇപ്പൊ എന്ത് കറണ്ട് ഇല്ലേ? ഹലോ ഇപ്പൊ കറണ്ട് ഇല്ലേ? ഇല്ലടാ കറണ്ട് ഇല്ലടാ. വിളിക്കണോ? ആരെങ്കിലും വിളിക്കണോ? മെയിൻ ആയിട്ട് ആരെങ്കിലും ദയവ് ഇത് ആരും വിളിക്കണ്ട. കറണ്ട് വന്ന അപ്പൊ തന്നെ ഞാൻ വന്നോളാം. കറണ്ടൊക്കെ സെറ്റ് ആക്കി തരും. അല്ല എടാ മറ്റേ ഇടീന്റെ ഇതൊക്കെ സാധ്യത കൂടുതലാണ്. എറണാകുളത്ത് ഇടിയോട് കൂടിയ മഴ, നിലയ്ക്കാത്ത മഴ എന്നാണ് കേട്ടത്. നീ നോക്കി കറണ്ട് വന്ന് അതിപ്പോ പോവായിരിക്കണ്ടേ?
വെയിറ്റ് ചെയ്യുന്നത്. എടാ എന്തിനാ നശിച്ച ചിന്താഗതി കണ്ണാപ്പി അയ്യോ അല്ല ഇപ്പൊ അങ്ങനല്ലേ വന്ന് പോകുന്ന സ്വാഭാവികമല്ലേ ഭവിഷ്യത്? എന്താണ് ഭവിഷ്യത്? വാട്ട് ഇസ് ദിസ് മൈൻഡ് സെറ്റ്? എടാ പക്ഷെ ഇത് രാവിലെ പോയതാടാ, ഇതുവരെ വന്നില്ല, ഇപ്പഴേ വന്നേ. അപ്പൊ തന്നെ നീ പോകുന്ന പറഞ്ഞാ ആണോ? ലൈവ് ഇടട്ടെ അല്ലെ കറണ്ടൊക്കെ വന്ന് നോക്കി അളിയെ നോക്കി കിട്ടാ ചേട്ടാ, ഒന്നുകൂടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യട്ടെ. ആലോചിച്ചിട്ടാ നീ. വെച്ചിട്ടാണ് നമ്മളിടാ. എന്തൊക്കെ പ്രശ്നം. എടാ എന്തിനാ ആണ്ടിലൊരിക്കലാണ് അവൻ ലൈവ് വരുന്നത്. സത്യം കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഗോകു നിന്നെ നമ്മള് കൊടുക്കൂല. അല്ലെങ്കിൽ വേണ്ട മാറ്റേ, കുറച്ച് പതുക്കെ ഇട്ടാ മതി. നിങ്ങൾ അപ്പഴേ കുറവാണ് ഇപ്പൊ. അപ്പഴേ കോഴിക്ക് ബാല വെയിറ്റ് കുറച്ച് പതുക്കെ ഇട്ടാ മതി, കറണ്ടൊക്കെ വരും. ദിവസം ഇടായിരുന്നാലും കുഴപ്പമില്ല. എടാ ഞാൻ ഇത് കേട്ടെ നിന്റെ ഇത് ബാല നിന്റെയിലാണ് ഇന്നലെ കളിച്ചത് അതോ ഗോകുന്റെ ആണോ കൺഫേം? എന്റെയിലല്ലേ മാറ്റണതില്ല, അതല്ലേ പ്രശ്നം. എന്താ ഞാൻ അന്നേ പറഞ്ഞ എന്റെ ഇത് ഗെയിം പർച്ചേസ് ചെയ്ത് വെക്കുവാണേ. അണ്ണന്റെ പി സിയില് രണ്ട് ഇതുണ്ട്. രണ്ട് കമ്പ്യൂട്ടർ ഉണ്ട്, ഒന്നില് ലൈവ് ഇടാനും ഒന്നില് ഗെയിം കളിക്കാനും. ഡിലേ വന്നു മനസ്സിലായോ? അതാ സംഭവം. ഇല്ല വരുമെന്ന് വീണ്ടും വരുമെന്ന് ആവശ്യമുണ്ട്. വരും. ആ വരാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ. ഇല്ല എന്നാലും എനിക്ക് ഇവിടത്തെ ഒരു ടീം അടിച്ച് പിടിയണത് കാണാം. അളിയ എനിക്ക് ഒരു സീനില്ല അളിയ പറഞ്ഞ. എനിക്ക് ഇവിടെ വന്ന ഈഗിൾ ബ്രോ തിരിച്ചു വന്നാലേ അളിയ, ഈഗിൾ ബ്രോ തിരിച്ചു വന്നാൽ ഇന്ന് ഇവിടെ ഒരു വലിയ അടി കാണാം. തമ്മിലടിച്ച് ആരൊക്കെ വേറെ ടീം ആവും എനിക്കറിയണം, അതിനായിരിക്കുന്നത്. ലൈവ് നിർത്തിപ്പോയപ്പോ കാൽക്കുലേറ്ററിൽ ഒരു വലിയൊരു സംഭവം കട്ടായി. എന്താടാ? അല്ല ബാബു എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അണ്ണ ഇത്ര ടൈം ആവുമ്പോ വരും, വരാകുമ്പോ പറയാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. സത്യം ഫുൾ പ്ലാനിങ് ഇരിക്കുവാടാ. എടാ അങ്ങനെയല്ല, സത്യമായിട്ട് ഞാൻ ഇന്ന് ലൈവ് ഇടൂലായിരുന്നേ, ഉറപ്പായിട്ട് ഇന്ന് ലൈവ് ഇടില്ലായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഫുൾ അലച്ചിലായിരുന്നു കടയുടെ കാര്യങ്ങളും പേപ്പർ വർക്കും ആയിട്ട്. എന്നിട്ട് ഇപ്പൊ ഈഗിൾ ബ്രോ വിളിച്ചിട്ട് എന്തായാലും ഇന്ന് കളിക്കാൻ കാണുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കളിക്കാൻ കയറണം. അപ്പൊ സൈഡിൽ കൂടെ ലൈവ് ഇട്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ലൈവ് ഇട്ടത്. അപ്പൊ ഈഗിൾ ബ്രോ ഇന്ന് വന്നില്ലെങ്കിൽ ഈ കളി നടക്കൂല, ഞാൻ പട്ടി പോസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈഗിൾ ബ്രോ എങ്ങനെയും വരാൻ ഞാൻ പറയണം. ഈ ഡിസ്കോഡിന്റെ VC ഒന്ന് പുഷ് ടോക്ക് ഒന്ന് മാറ്റി. ഞാൻ കുറെ നേരമായിട്ട് സംസാരിക്കാൻ നോക്കുന്നു. പുഷ് ടോക്ക് നിനക്കെന്തിനു പുഷ് ടോക്ക് ആവുന്ന? ഈ VC പുഷ് ടോക്കാ. നീല സ്റ്റീവ് ഇതോ ഈ വിഷം ഫോർ എ റീസൺ. എടാ ഇപ്പൊ ഇത്രയും നേരമല്ലേ ഞാൻ അതല്ല ഇത് പുഷ് ടോക്കാ. ഈ ലൈവ് വരുവാടാ. എടാ മെയിൻ സീൻ എന്താറിയാവോ? ഈഗിൾ ബ്രോ എങ്ങാനും വന്നില്ലെങ്കിലേ ഇപ്പൊ ഇവന്മാര് നമ്മളെ കൂടെ ഈഗിൾ ബ്രോ ഉള്ളതുകൊണ്ട് എന്റെ ഈഗിൾ ബ്രോയും കൂടെ ചേർത്തിട്ട് ആരെങ്കിലും കൂടെ ഒരു ടീം ഉണ്ടാക്കാനാ നോക്കുന്നത്. ഈഗിൾ ബ്രോ എങ്ങാനും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവന്മാരെ ടീമിൽ കയറാക്കണത് താങ്ങണം. ഞാൻ ഇവന്മാരെ താങ്ങേണ്ടി വരും. അതുകൊണ്ടാ ഈഗിൾ ബ്രോ എങ്ങനെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. ഒരു CPU-ല് 2 മദർ ബോർഡ് ഉണ്ട്, മനസ്സിലായ? ഒരു മദർ ബോർഡിൽ 2 CPU ഉണ്ട്. വാറ്റ ഒരു മദർ ബോർഡിൽ 2 CPU അല്ലേ? ഒരു ക്യാബിനറ്റില് 2 മദർ ബോർഡ് ഉണ്ടോ? എന്താ പറയുന്നേ? ഇല്ല സോറി 2 മദർ ബോർഡ്. അപ്പൊ 2 കാർഡ് വെക്കാൻ പറ്റൂലേ? 2 കാർഡ് വെക്കാൻ പറ്റുമോ? 2 കാർഡ് ഉണ്ടല്ലോ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഒരു മദർ ബോർഡിൽ 2 ഇത് വെക്കാൻ പറ്റും. ക്യാബിനറ്റ് അല്ല വാറ്റേ, 2 CPU. ഒരു മദർ ബോർഡ് CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസറാ. മദർ ബോർഡിൽ 2 CPU വെച്ചാ 2 PC ആവുന്ന എങ്ങനെയാ പൊട്ടാ? എടാ പറ്റും. മറ്റേ CPU ആണല്ലോ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് കോർ, സെപ്പറേറ്റ് സാധനങ്ങൾ എല്ലാം സെപ്പറേറ്റ് ആയില്ലേ? അങ്ങനത്തെ ഒരു മദർ ബോർഡ് കണ്ടുപിടിച്ചോണ്ട് വന്നാ പോരെ എവിടെന്നെങ്കിലും. അല്ലെങ്കിൽ പിന്നെ മറ്റേ റാസ്ബെറി പൈ പോലെ എന്തെങ്കിലും സെറ്റപ്പ്. ഞാൻ അല്ലല്ല വെയിറ്റ് അവൻ പറഞ്ഞേ മറ്റേ മദർ ബോർഡ് USB പോർട്ട് എല്ലാം അതിന്റെ സീൽഡ് ആണ്, അതിന്റെ ഇല്ലെന്നാ പറഞ്ഞത്. CPU വേറെ CPU എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. അത് ലൈൻ കമ്പോണന്റ് ആണല്ലോ പ്രൊസസർ. വെരി ഫണ്ണി വെരി ഫണ്ണി. ചന്ദ്രനടുത്ത് ചോദിക്കാം CPU-നെ പറ്റി. ചന്ദ്രൻ പറ. സെൻട്രൽ പ്രോസസ് യൂണിറ്റ് ആണ് CPU നമ്മൾ വിശേഷിപ്പിക്കുന്നത്. CPU എന്ന് പറയുന്നത് എന്തല്ലേ? അപ്പൊ CPU M എന്താ?
CPU -M. അത് എനിക്ക് പറഞ്ഞൂടാ, ഞാൻ പഠിച്ചിട്ടില്ല അത്. അല്ല ഞാൻ ജസ്റ്റ് മറ്റേ CPIM അതുപോലെ ഉദ്ദേശിച്ചതാ. വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ. അയ്യേ ഒരു ക്യാമറയ്ക്കുള്ളിൽ 2 മദർ ബോർഡ്, കഷ്ടം. ചന്ദ്ര കണ്ണാപ്പിയേ അവൻ പറയുന്നത് വേറെ ആയിരിക്കും ചന്ദ്രൻ, ഞാൻ പറയുന്നത് അതിലും വലുതായിരിക്കും ഉറപ്പാ. വേണ്ട 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 എത്ര കണ്ടായിരുന്നു നിന്നെ? കണ്ണാപ്പി അങ്ങനെ ഓസി പറഞ്ഞ് നിന്നെ തകർക്കേണ്ട ആവശ്യം എനിക്കില്ല കണ്ണാപ്പി. ഞാൻ നിന്റെ അടുത്ത് അല്ലാതെ ഡയറക്റ്റ് ഏറ്റവും കൂടുതൽ തകർക്കുന്നത് ജീവിതത്തിൽ ബാബുഷേട്ടാണ് എന്നെ. ബാബു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേടാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഹാർഡ്വെയർ എഞ്ചിനീയർ അല്ല. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? എന്തോന്ന് എല്ലാരും കൂടെ അലക്കല്ലേ? മാറ്റെന്തോ പറയുന്ന കാര്യമായിട്ട് ഡുവൽ മദർ ബോർഡ്, ഡുവൽ പ്രോസസർ വയ്ക്കുന്ന മദർ ബോർഡ് ഒരു PC ആയിട്ടേ കണക്കാക്കോളൂ. അതല്ല, അവൻ 2 മദർ ബോർഡ് ഉണ്ട് അവന്റെ കയ്യില്. എന്ന് നിനക്ക് അറിയെങ്കിൽ നീ വിളിച്ച് ശരിയായി കൊടുത്തൂടെ? അളിയ ശരിയാണ്. രായ ഞാൻ പറയട്ടെ. ചരിച്ചു വെച്ചൊരു മദർ ബോർഡ്, അല്ല, മറ്റേ അടിയിൽ വേറൊരു മദർ ബോർഡ് ഉണ്ട്, കുഞ്ഞു മദർ ബോർഡ്, കുട്ടി മദർ ബോർഡ്. ഒരു കാര്യം പറയട്ടെ, ഇവനാണെങ്കിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അവന്റെ ഇതില് ആക്കിയിട്ട് മറ്റേല് വൈഫൈ ടെതർ ചെയ്യുകയാണ്. അപ്പം ഈ വൈഫൈ ടെതറിങ്ങിന്റെ ലാഗാണ് ഇപ്പൊ ഇത് വരുന്നത്. അതാണ് വൈഫൈ. അല്ലെങ്കിൽ രണ്ടാമത്തെ മദർ ബോർഡിന് ലാൻ കൊടുത്തിട്ടില്ല, ലാൻ കേബിൾ കൊടുത്തിട്ടില്ല. അതിന്റെ ഇതാണ് സംഭവം. ലാൻ അല്ലെങ്കിൽ HDMI വെച്ചാണെങ്കിലും ചെയ്യാമല്ലോ അളിയാ. അല്ല, ലാൻ കൊടുക്കണം, പിന്നെ നെറ്റ് വേണ്ട, ഇല്ലെങ്കിൽ ബെറ്റർ ആണ് അവൻ. ബഫർ വരും. മനസ്സിലായില്ലേ? ഒരു കേബിളും കൂടി മേടിച്ചിട്ട് അതിലും കൊടുത്താൽ മതി. ഒരു കമ്പ്യൂട്ടർ എനിക്ക് തരാൻ പറയോ? ഞാൻ ചോദിച്ചാ തരത്തില്ലെന്ന് പറയടാ, ഒട്ടിച്ച് വെച്ചിരിക്കുക ഒരു എണ്ണത്തില്. നിന്റെ രണ്ടാമത്തെ 58 അല്ലേ നിന്റെ ഇരിക്കുന്നത്? ഒന്നാമത്തെ 58 സോറി ഒന്നാമത്തെ കേരളത്തിലെയോ? കണ്ണാപ്പ് അല്ല, കേരളത്തിലല്ലേ, TV എന്റെ ചന്ദ്രന്റെ സെയിം. എന്റെ കേരളത്തിലെ 3ാമത്തെ 58 ആണ് കാർഡ്. എന്റേത് ഇപ്പോഴും ഇരിക്കുന്നത് ഇന്ത്യയിലെ 4ാമത്തെ 5ാമത്തെ 3070. ഒരു കുലുക്കവും 5 വർഷമായി. എന്റെ വേറൊരു കാര്യം പറയാം, എന്റെ ഇത് 3070 കൊടുക്കാൻ പോണം. ഇനിയൊന്നും 3070 ഒറ്റ പരിസരം ആകല്ലേ. ഞാൻ ഇരിക്കുന്ന മാൻ ട്രക്കിനെ മാറ്റി വേറെ എടുക്കാൻ നോക്കുക. ഞാൻ ശരിക്കും സെയിൽ ചെയ്യാൻ പറയാം. നീ പൈസ അപരാധി പഴയ PC എത്ര കൊടുക്കും? പറയാൻ സൗകര്യമില്ല. സിബി തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് 100 കിഡ്സ്. ഉണ്ണിക്കുട്ടനെ അത് ശരിയാ. എടാ ചന്ദ്ര, വേറൊരു കേസ് അളിയാ, 3070. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ ഇപ്പോഴും ഈ സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്ന 3070 വെച്ചാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിന്റെ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് ചന്ദ്രൻ സിം റേസിംഗിന് ഒരു റിഗ് ഉണ്ടാക്കുവാൻ തോന്നുന്നു. അതാണ് സംഭവം. അവൻ ബഗ്ഗും 3070 വിക്ക് ചെയ്യണം. വണ്ടി വാങ്ങിയ സംഭവം വാങ്ങി ഈ നമ്മള് മെനിങ്ങാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. പൈസ ലക്ഷക്കണക്കിന് കാശുള്ളവരൊക്കെ പുതിയ വണ്ടിയൊക്കെ എടുത്തറാ. ആരാ കണ്ണാപ്പി? ഓടെ കണ്ണാപ്പി ഉടനെ നിന്നെ പറഞ്ഞോ കണ്ണാപ്പി? എന്നെ എന്ത് ഉദ്ദേശിക്കാൻ? അളിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അല്ലേ നീ എനിക്ക് 80 ലക്ഷം രൂപ ഞാൻ വണ്ടി തരാൻ റെഡിയാണ്. ഒരു കാര്യം പറയട്ടാ, നമ്മൾ 6 പേരായി ഇപ്പൊ. കളിച്ചാലോ? ശരാ പോടാ. ഈഗിൾ ബ്രോ മോചിക്കുന്ന പോലെ ആയത്തില്ലേ. പെട്ടെന്ന് തുടങ്ങണം. ഈഗിൾ ബ്രോ വരുന്നതിന് മുന്നേ തുടങ്ങിയാൽ കളിക്കാം. വരത്തില്ലേ? അവനത് ഇനി റെഡിയാക്കാം. അവൻ ഷോക്കായി. ഇപ്പൊ നിന്നെ ചീത്ത വിളിക്കും, തള്ളക്ക് വിളിക്കോളിയാ. കൺഫേം 100% തള്ളക്ക് വിളി വാങ്ങിച്ചു കുട്ടിക്കോ. ചന്ദ്രൻ 2 കേൾക്കുമ്പോ സന്തോഷം. ഇല്ലെന്നറിയണം. ഇത്ര സെറ്റ് ചെയ്തിട്ട് വിഷമിച്ചിരിക്കുകയാണ്. സത്യളിയാ, ഇവന് എന്തൊരു സുഖം. എടാ അവന് ലൈവ് ഇടാൻ പറ്റും. അവനെ കളിക്കുന്ന PC തന്നെ അവൻ ലൈവ് ഇടാൻ പറ. കളിക്കുന്ന PC അത്രേ ഉള്ളൂ. അത് താങ്ങാത്ത എന്ത്? ഇവിടെ 3070 വെച്ച് ഞാൻ പട്ടിപ്പണി എടുപ്പിക്കുന്നത്. അവൻ കളിക്കുന്ന PC തന്നെ ലൈവ് ഇടാൻ പറ. കണ്ണാപ്പിലെ ചിരിയുടെ പേര്
ചിരിക്കി കൊടുത്ത അവാർഡ് അത്. അളിയ പേര് വെക്കളിയ കണ്ണാപ്പിന്ന്. ഉണ്ടോ ഇല്ലേ ബാബു ഒന്ന് ഇറങ്ങിടാ പ്ലീസ്. എവിടെ ഇറങ്ങാൻ? ഇറങ്ങി പോയെ. ഇല്ല, ഞാനും എന്റെ വാറ്റും ഒരേ ഇത് ഗെയിം കളിക്കാൻ എന്നെ വാറ്റ് വിളിച്ചിട്ടാ ഞാൻ വന്നേ. ഡിസ്കോളിന്റെ പേര് തോന്നുന്നു ഞാൻ ടി വി കണ്ണാപ്പി. അവരെ മാറ്റി പേര്. ഇത് ആരെ മാറ്റി പേര്? കണ്ണാപ്പി മാറ്റാൻ പറ്റില്ല. നല്ല വേറെ ആർക്കും ആ പേര് മാറ്റാൻ പറ്റത്തില്ല. എടാ വാ സ്റ്റാർട്ട് ചെയ്യാം. ബാബുശേട്ട് അങ്ങനെ പോവാണോ? ബാബുശേട്ട് പോവാണോ? ഇല്ല ഞാൻ കേറി. പോവും തോണാവേ. അളിയ പേടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണത്. അവരെ വലിച്ചു കഴിഞ്ഞാൽ അവര് എങ്ങനെ 8 വരെ കളിക്കാം.